ഓം ശ്രുതിസ്മൃതിഃ പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാപരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹ. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുശുണ്ഡിം ശിര ശംഖം സംദധിം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളിയാം യാമസ്തു സ്വപിദേഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ശ്രീ മഹാദേവി നമഃ. അടുത്ത നാമത്തിലേക്ക് കടക്കാണ്. 9ാമത്തെ നാമം ക്രോധാകാരാങ്കുശോജ്വല. നേരത്തെ സൂചിപ്പിച്ചു ഭഗവതിയുടെ 4 കൈകൾ, ആ 4 കൈകളിലും ഓരോരോ ആയുധങ്ങൾ അല്ലേ. അടുത്തത് ക്രോധാകാരാങ്കുശോജ്വല. ആയുധങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്, 4 കൈകളിലുള്ള ആയുധങ്ങൾ. ക്രോധാകാരമാണ്. ക്രോധം എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം അല്ലെ. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ദേഷ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ദേഷ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ അങ്കുശം. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി എന്നുള്ള അർത്ഥമാണ്. ഭഗവതിയുടെ കയ്യിലൊരു തോട്ടി ഉണ്ടാവും, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം. അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്രോധാകാരം. ക്രോധാകാരമാണ്. ആകാരം എന്ന് പറഞ്ഞാൽ രൂപം എന്നുള്ള അർത്ഥം. ഇപ്പോ ക്രോധത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന തോട്ടി, ഇത് ദേവിയുടെ വലതുവശത്ത് പിന്നിലുള്ള കയ്യിൽ ധരിച്ചതായി നമ്മൾ കാണുന്നു. ഈ തോട്ടി ഭഗവതിയുടെ വലതുവശത്ത് പിന്നിലുള്ള കയ്യില് ധരിക്കുന്നതായി നമ്മൾ കാണുന്നു. പാശം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള അടുപ്പത്തെ അല്ലെങ്കിൽ സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, പാശം രാഗസ്വരൂപമാണല്ലോ അത്. ആ പാശം പരസ്പരമുള്ള സ്നേഹബന്ധത്തെ അല്ലെങ്കിൽ അടുപ്പത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ ഈ അങ്കുശുണ്ടല്ലോ, തോട്ടി, അത് പരസ്പരമുള്ള വെറുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ദേഷ്യം കൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. നമ്മളിൽ നിന്ന് എല്ലാവരും അകന്നു പോവുകയുള്ളൂ. അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ അടുത്തേക്ക് വരുമോ? ഇല്ലല്ലോ. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് കീഴടക്കാം. അതുകൊണ്ട് തന്നെയാണ് കുമാരനാശാൻ നളിനിയിൽ പാടിയത്, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം മോഹനം ഭുവന സംഗമിങ്ങതിൽ സ്നേഹമൂലം അമലേ വെടിഞ്ഞു ഞാൻ. സ്നേഹമാണ് അഖില സാരം. ആ സ്നേഹം തന്നെയാണ് സത്യം ഉള്ളതും, ആ സത്യം തന്നെയാണ് ഈശ്വരൻ എന്നുള്ളതും എന്ന് മഹാകവി നമ്മളോട് നളിനിയിലൂടെ എന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ പാശം, ഭഗവതിയുടെ കയ്യിലുള്ള പാശം സ്നേഹത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് പരസ്പരമുള്ള സ്നേഹബന്ധത്തെ, അടുപ്പത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഭഗവതിയുടെ കയ്യിലുള്ള അങ്കുശം ക്രോധത്തെയാണ്, ദേഷ്യത്തെയാണ്, പരസ്പരമുള്ള വെറുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്ത് വേണം എന്നുള്ളത്. ഇത് ഓരോന്നും റെപ്രസെന്റേഷൻ ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ക്രോധത്താൽ പരസ്പരം അകലുകയാണ് ചെയ്യുക അല്ലേ.
വല്ലാണ്ട് ദേഷ്യക്കാരൻ്റെ അടുത്തേക്ക് ആൾക്കാർ അധികം നിൽക്കൊന്നുമില്ല. ഉറപ്പല്ലേ ഇത്? പരസ്പരം അകറ്റുകയുള്ളൂ. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിലോ നമ്മളെ അടുത്തേക്ക് വരികയും ചെയ്യും. ഇതുകൊണ്ടാണ് ഈ അച്ഛനമ്മയും നോക്കുകയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്കാവും കുട്ടികൾ ആദ്യം ചെല്ലുക. അച്ഛനുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും കൂടുതൽ അമ്മയാണ് കൂടുതൽ. ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യം അമ്മ എന്ന് പറഞ്ഞാല് സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ ഒക്കെ ഒരു മൂർത്തമായ ഭാവമാണ്. എത്ര കുറ്റം ചെയ്താലും എന്തു തന്നെ ചെയ്താലും അമ്മ അതിന് മാപ്പ് കൊടുക്കും എന്നുള്ളതാണ്. കുട്ടികൾ എന്തൊക്കെ തെറ്റ് ചെയ്താൽ അച്ഛൻ കുറച്ച് മടിച്ചു എന്നൊക്കെ വരും, പക്ഷെ അമ്മ, അതാണ് അമ്മയുടെ പ്രത്യേകത എന്നുള്ളത്. അപ്പോ ക്രോധത്താൽ പരസ്പരം മനുഷ്യനെ അകറ്റുമെങ്കിൽ സ്നേഹത്താൽ പരസ്പരം അടുപ്പിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോ ഇത് രണ്ടും, ഈ സ്നേഹമായാലും ശരി ക്രോധമായാലും, ഇത് രണ്ടും നമ്മളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇത് ചിത്തവൃത്തി വിശേഷമാണ് ഇത് രണ്ടും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ക്രോധാകാരാങ്കുശോജ്വല, ക്രോധാകാരത്തിലുള്ള എന്താണ്, അങ്കുശത്തോടുകൂടി ഉജ്ജ്വലയായവൾ എന്ന് നാമത്തിന് അർത്ഥം.